കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ടല്ലോ, അതായത് എല്ലില്ലാത്ത പീസ് നോക്കിയെടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് എടുത്ത് മാറ്റി വെക്കണേ. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പും, 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ട് കൈവച്ച് തന്നെ ഇതുപോലൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെച്ചേക്കണേ. ആ സമയം കൊണ്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 3 കഷ്ണം വലിയ പട്ടയും, ഒരു 5, 6 ഗ്രാമ്പൂവും, പിന്നെ ഒരു 5, 6 ഏലക്കയും, 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകവും, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയും, പിന്നെ ഒരു 1½ ടീസ്പൂണൊക്കെ കടുകുണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി ഇതെല്ലാം നല്ലപോലെ ഒന്ന് റോസ്റ്റായി വരുന്നവരെ ഒന്നങ്ങ് വറുത്തെടുക്കണേ. ഒന്ന് വറുത്തെടുത്തിട്ട് ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്കും ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടിച്ച് മാറ്റി വെക്കണേ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അത് ചിക്കനകത്ത് മസാലയൊക്കെ നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ടാവും ആ സമയം. അതെടുത്തിട്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ആഡ് ചെയ്ത് ഈ ചിക്കനൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് 1, 2 ബാച്ചായിട്ടൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ. രണ്ടും ഇങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഇളക്കി എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആവുന്നതുവരെ നന്നായിട്ട് മിക്സ് ആക്കി ഇതുപോലെ ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കണം. ഇതുപോലെ ചിക്കൻ എല്ലാം ഒന്നങ്ങ് ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി അല്ലി ഓപ്ഷണലാണ്. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചെടുത്ത ആ ഒരു പൊടിയും അതും കൂടെ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് ഉലുവാപ്പൊടി 1 ടീസ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കണേ. അപ്പോൾ പൊടി ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ വറുത്തെടുത്തില്ലേ മസാലക്കൂട്ട്, അതിൻ്റെ കൂടെ ഉലുവയും കൂടെ ചേർത്ത് വറുത്ത് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഫൈനലി കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് ഇതുപോലെ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ചോറിനൂടെ സൈഡായിട്ട് വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ പൊളിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ അച്ചാർ നിങ്ങൾ ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാ, ട്രൈ ആക്കല്ലേ?